ഉണ്ടാക്കേണ്ടി വരും. മനുഷ്യ ജീവിതത്തെ സുഖകരമാക്കുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഉപയോഗിക്കണം. ഒരു സാമൂഹിക ശ്രമം സമൂഹം ഏറ്റെടുക്കേണ്ടി വരും. ഇത് മാത്രം സംഭവിച്ചുകൊണ്ട് മറ്റ് ഒന്നും പറയാനുള്ള ആധികാരികമായ ഒരു ജ്ഞാനം എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അറിയിച്ച് ഒന്നുമില്ല. ഇത് മാത്രം സംഭവിച്ചുകൊണ്ട് സമയം പോയിട്ടുള്ളത് എഴുതേക്കാൻ ശ്രമിച്ചു. ഇത് നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാനമായും നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിച്ച ആ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്തുണ്ടായ മാറ്റം ചെറിയ മാറ്റങ്ങളുണ്ട്. വിവിധമായ ശൈലികൾക്ക് നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായ മാറ്റത്തിനോടൊപ്പം തന്നെ ജീവിതത്തിനകത്തുണ്ടായ മാറ്റങ്ങൾ ഒരുപാട് നമുക്ക് കാണിച്ചു. ആ കോവിഡ് പ്രതിസന്ധി കാലത്ത് പ്രധാനമായും വിവിധ തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചു പോകുന്നു. വിദ്യാഭ്യാസ മേഖലകൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തിൽ കടന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് പല പ്രതിസന്ധി അനുഭവങ്ങൾ നമുക്ക് ഭാവി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് വിദ്യാഭ്യാസ മേഖലകൾക്കുണ്ടായ മാറ്റങ്ങൾ ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ അവസാനമായി സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി